Hello, my dear friends. Good morning. How are you? Warm welcome to my YouTube channel, Ismail's World, a channel for social and educational purpose. This is my first video for plus 2 students. In this video, I am going to discuss about the plus 2 English. In this text, we have 5 units. Each unit has a significant and important. The first unit emphasizes on empowerment of women. In this unit has speech, poem, story, and an anecdote. The first chapter of first unit is the three L's of empowerment of women. It is a speech delivered by Christian Lagarde. Christian Lagarde is the first woman to become the finance minister of a G8 country and head of International Monetary Fund IMF. She delivered the speech at the National Democratic Institute of Washington, D.C. on 19 May 2014. In this speech, she calls for opening the doors to women's learning, labor, and leadership in the economic field. പ്രിയ സുഹൃത്തുക്കൾ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സ്മൈൽ ദ വേൾഡിലേക്ക് സ്വാഗതം. സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ചാനലാണിത്. ഇന്ന് എൻ്റെ ഫസ്റ്റ് വീഡിയോയാണ്. ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് 2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് അനാലിസ് ചെയ്യാനാണ്. പ്ലസ് 2 ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ 5 യൂണിറ്റുകളുണ്ട്. ഓരോ യൂണിറ്റിനും ഓരോ സവിശേഷതകളുണ്ട്. കാരണം ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഓരോ യൂണിറ്റും നിൽക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടതാണ്. ഈ യൂണിറ്റിൽ 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഒന്ന് ഒരു സ്പീച്ചാണ്, പോയം, സ്റ്റോറി, ആനിക്ഡോട്ട്. ഇതാണ് ഈ 4 ചാപ്റ്റേഴ്സിൻ്റെ പേരുകൾ. ഒന്നാമത്തെ ചാപ്റ്റർ ഒരു സ്പീച്ചാണ്. അത് ദ 3 L's ഓഫ് എംപവർമെൻറ്റ് ഓഫ് വുമൺ എന്നാണ്. അത് ആ പ്രഭാഷണം നടത്തിയിട്ടുള്ളത് ക്രിസ്ത്യൻ ലഗാർഡാണ്. ക്രിസ്ത്യൻ ലഗാർഡ് G8 രാജ്യങ്ങളിൽ ഒന്നിൻ്റെ ആദ്യത്തെ സ്ത്രീ സാമ്പത്തിക മന്ത്രിയാണ്, ഫിനാൻസ് മിനിസ്റ്ററാണ്. മാത്രമല്ല അവർ IMFൻ്റെ ഹെഡുമായിട്ടുണ്ട്. വാഷിങ്ടൺ DC-യിലെ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ഒരു പരിപാടിയിൽ വെച്ച് ക്രിസ്ത്യൻ ലഗാർഡ് 2014 മെയ് 19 നടത്തിയിട്ടുള്ള ഒരു സ്പീച്ചാണ് ഈ സ്പീച്ച്. ഈ പ്രഭാഷണത്തിലൂടെ അവർ സ്ത്രീക്ക് പഠനത്തിനും തൊഴിലിനും നേതൃത്വത്തിനുമുള്ള അവസരത്തിൻ്റെ വാതിലുകൾ തുറക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ടെസ്റ്റിലേക്ക് പോകാം. Take a look on the text. This is a speech. There are many ways to beginning a speech. We know
there are many speakers who have begins their speech in a different ways on the basis of the occasion. നമുക്കറിയാം ഓരോ സന്ദർഭത്തിനനുസരിച്ച് പ്രഭാഷണം തുടങ്ങുന്നതിൽ ചില വ്യത്യാസങ്ങളുണ്ട്. പല വ്യക്തികളും പല സന്ദർഭത്തിനനുസരിച്ച് അവിടെ പ്രഭാഷണങ്ങൾ തുടങ്ങാറുണ്ട്. ഒന്ന് രണ്ട് വീഡിയോസ് നമുക്ക് കാണാം. Morning, honorable guests, ladies and gentlemen, boys and girls. It gives me great pleasure to welcome you all to the 8th Annual Sports Day at AISB. I would like to take this opportunity to extend... Good afternoon, Vice Chancellor, distinguished guests, ladies and gentlemen. It's an honor and a pleasure for me to be here today. I must say I've never been more embarrassed than seeing an EV. This is the way how to begin a speech. A speech basically has three parts: beginning or introduction. The second part moves around the topic. The third part, conclusion. Categorically, we can make three parts: beginning or introduction, content and conclusion. ഇതാണ് ഇംഗ്ലീഷിൽ പ്രഭാഷണങ്ങൾ തുടങ്ങുന്ന രീതി. തുടക്കം. സാധാരണയായിട്ട് ഇംഗ്ലീഷിന് നമ്മൾ പ്രഭാഷണത്തിന് 3 ഭാഗങ്ങളാണ് പറയാറുള്ളത്. ഒന്ന് ഇൻട്രൊഡക്ഷൻ, മറ്റൊന്ന് കണ്ടൻ്റാണ്, അതായത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അനാലിസ് ചെയ്യുന്ന രണ്ടാമത്തെ ഭാഗം. അവസാനത്തെ ഭാഗം കൺക്ലൂഷനാണ്. നമുക്ക് ഈ ചാപ്റ്റർ അനാലിസ് ചെയ്യുമ്പോൾ ആ കാര്യം മനസ്സിലാവും. സാധാരണയായി +2 പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ് സ്പീച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതോടുകൂടെ നമ്മൾ പ്രഭാഷണം തയ്യാറാക്കാനും അതോടൊപ്പം പ്രഭാഷണം നടത്താനും ഒക്കെ പഠിച്ചിരിക്കണം എന്നർത്ഥം. അപ്പോൾ നമ്മളെല്ലാവരും നന്നായിട്ടൊരു പ്രഭാഷണം തയ്യാറാക്കാനും ക്ലാസ്സിൽ ഒരു പ്രഭാഷണം അവതരിപ്പിക്കാനും ഒക്കെ അപ്പോൾ നമുക്ക് അത്യാവശ്യം കഴിയും അല്ലേ? എങ്ങനെ തുടങ്ങാമെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ക്രിസ്ത്യൻ ലഗാർഡിൻ്റെ സ്പീച്ചിലേക്ക് പോകാം. In this speech, Christine Lagarde presents 3 L's for the empowerment of women. She says that woman is blocked to contribute her potential to the economy of the nation. She adds that women population is approximately 50%, but her contribution to the economy is less than 50%. The reason for that, she has no opportunity to contribute her own share to the economy of the nation. Christine Lagarde says that in order to enhance the ability of women and to get her the opportunity to share her part to the economy, she needs 3 L's. First L, learning, labor and leadership. ക്രിസ്ത്യൻ ലഗാർഡ് ഈ പ്രഭാഷണത്തിൽ പറയുന്നത് സ്ത്രീക്ക് അവളുടേതായ പങ്ക്
നിർവഹിക്കാൻ അവസരങ്ങളില്ല. അവളുടേതായ സംഭാവന ഓരോ രാഷ്ട്രത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയിലേക്ക് നൽകാൻ അവൾക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ഒരുപാട് തടസ്സങ്ങളുണ്ട് ഇവിടെ. സ്ത്രീകൾ എന്ന് പറയുന്നത് ഏകദേശം ജനസംഖ്യയുടെ 50% വരും. പക്ഷേ അവരുടെ സംഭാവനയാകട്ടെ 50%-ലും വളരെ താഴെയാണ്. കാരണം എന്താണ്? അവൾക്ക് അവസരങ്ങളില്ല എന്നുള്ളതാണ്. സ്ത്രീയുടെ ഈ അവസരമില്ലായ്മയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവൾക്ക് അവസരങ്ങൾ ഉണ്ടാവാൻ വേണ്ടി 3 സംഗതികൾ ഉണ്ടാവണമെന്നാണ് ക്രിസ്ത്യൻ ലഗാർഡ് പറയുന്നത്. 1, സ്ത്രീക്ക് അറിവുണ്ടാവണം, ലേണിംഗ്. 2, സ്ത്രീക്ക് തൊഴിലുണ്ടാവണം. 3, അവൾക്ക് നേതൃത്വ ഗുണമുണ്ടാവണം. Learning helps the woman to make changes. Education, upon which all changes took place. Labor gives woman self-sufficient, and she gets the financial independence to spend and acquire financial benefits. 3, leadership. When a woman gets the leadership, she can do many things for the society, for the upliftment of the society and her family and the nation. അപ്പോൾ അവർ പറയുന്നത് വിദ്യാഭ്യാസമാണ് ഒന്നാമത്തെ സ്ത്രീ ശാക്തീകരണത്തിനുള്ള വഴി. വിദ്യാഭ്യാസം ലഭിക്കുക വഴി എല്ലാ മാറ്റത്തിൻ്റെയും കാരണം വിദ്യാഭ്യാസത്തിലൂടെയാണ് സംഭവിക്കുന്നത്. അതായത് സ്ത്രീക്ക് വിദ്യാഭ്യാസം വേണം. അത് അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവും. 2, തൊഴിലാണ്. തൊഴിൽ അവൾക്ക് ലഭിക്കുന്നതോടുകൂടി അവൾക്ക് സാമ്പത്തികമായ സ്വാതന്ത്ര്യം കൈവരുന്നു. സമ്പത്ത് നേടാനും അത് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി ചെലവഴിക്കാനുമുള്ള സ്വാതന്ത്ര്യം അവൾക്ക് ലഭിക്കുന്നു. 3, നേതൃത്വ ഗുണം. സ്ത്രീക്ക് നേതൃത്വ ഗുണം ലഭിക്കുമ്പോൾ അവൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാവും എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം സ്ത്രീ എന്നുള്ളത് സ്നേഹത്താലും അതേപോലെ ക്ഷമയാലുമൊക്കെ അനുഗ്രഹീതമായിട്ടുള്ള വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ എല്ലാ പൂർത്തിയിലും ആ ഒരു സംഗതികൾ കാണുമെന്നും അത് സമൂഹത്തിന് വലിയ നേട്ടമാകുമെന്നുമാണ് അവർ പറയുന്നത്. അതാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്.